കഥകളിയിലെ പരശുരാമ വേഷത്തിലൂടെ പ്രശസ്തനായ അടുത്തിടെ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം രാമകൃഷ്ണൻ. കഥകളിയിലെ പരശുരാമ വേഷത്തിലൂടെ പ്രശസ്തനായ അടുത്തിടെ അന്തരിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം രാമകൃഷ്ണൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി അഭിലാഷ് ടോമി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി അഭിലാഷ് ടോമി. തീരദേശവാസികളായ യുവതി-യുവാക്കൾക്ക് മികച്ച നൈപുണ്യം പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി സാഗർമാല. തീരദേശവാസികളായ യുവതി-യുവാക്കൾക്ക് മികച്ച നൈപുണ്യം പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി സാഗർമാല. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ വ്യക്തി ആർട്ടിസ്റ്റ് നമ്പൂതിരി. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ വ്യക്തി ആർട്ടിസ്റ്റ് നമ്പൂതിരി. ആർട്ടിസ്റ്റ് നമ്പൂതിരി കെ വാസുദേവൻ നമ്പൂതിരി എന്നുകൂടി അറിയപ്പെടും. മരണാന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടി. മരണാന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടി. അടുത്തിടെ അന്തരിച്ച നിർമ്മാതാവും വ്യവസായിയുമായിരുന്ന അച്ചാണി രവിയുടെ യഥാർത്ഥ പേര് കെ രവീന്ദ്രനാഥൻ നായർ. അടുത്തിടെ അന്തരിച്ച നിർമ്മാതാവും വ്യവസായിയുമായിരുന്ന അച്ചാണി രവിയുടെ യഥാർത്ഥ പേര് കെ രവീന്ദ്രനാഥൻ നായർ. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ്. 2023 ജൂലൈ 18 അന്തരിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 2023 ജൂലൈ 18 അന്തരിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി സജ്ജം. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ. സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല തൃശ്ശൂർ. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്ററേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്ററേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2023-24 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരം നേടിയ മലയാള സിനിമ എഴുത്തോല. 2023 സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ 4 പുരസ്കാരം നേടിയ മലയാള സിനിമ എഴുത്തോല. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ്. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര. കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര.